അവനവന്റെ പറമ്പിൽ നിന്നാകുമ്പോ ഏത് നല്ല സംഗതിയല്ലേ അല്ലേ? എപ്പോഴും ഇല്ല. ഇത് കൊറേ പഴുത്ത് നിപ്പുണ്ട് കേട്ടോ, പക്ഷെ ഒരെണ്ണം പോലും പഴിക്കാൻ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോ കിളി പോകും. അത് കാരണം 7.5 മണിക്കൂർ 1 ഡേ മാത്രം 3000 രൂപ. കണ്ടുപിടിച്ചോ നോക്കി? ഇല്ല ഇല്ലേ? അപ്പൊ ഇത് ഇന്ന് വൈകുന്നേരത്തെ വിളവെടുപ്പ. അതെ. ഞാൻ പറഞ്ഞപ്പോഴേക്കും അമ്മ ചാടി ഇവിടെ എത്തൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, വൈകുന്നേരം ആകുമ്പോൾ മടുപ്പാവും. എന്നാലും അത് പറിക്കാതെ പറ്റില്ലല്ലോ. നീ പറഞ്ഞപ്പോ ഞാനിപ്പോ വന്ന് നോക്കിയപ്പോ ടൊമാറ്റോയും പഴുത്ത് കിടക്കണം. നമുക്ക് രണ്ടും കൂടെ അങ്ങ് പറിക്കാം. വേറൊരു സാധനം അവിടെ പഴുത്ത് കിടപ്പുണ്ട്. വാ, അത് നീ പറഞ്ഞ് ഞാൻ വന്നതല്ലേ? എപ്പോഴാ ഞാൻ പറഞ്ഞതല്ല. നാരങ്ങ, ചൈനീസ് ഓറഞ്ച് അല്ലേ? തുടുതുടാ പഴുത്ത് കിടക്കുക. ഞാനൊരു ലെമൺ മിഠായി ഉണ്ടാക്കാന്ന് ഓർത്തു, പക്ഷെ ഇന്നിനിപ്പോ സമയം. ഇന്ന് വേണ്ട. അതെ, ഒരു കാര്യം ചെയ്യാം. പറിച്ചു വെക്കണോ? പറിച്ചു വെച്ചാ അത് പറിച്ചു വെച്ചാ ഒരുപാട് പഴുത്തായി കിടക്കണേത്. നോക്കാം. ടൊമാറ്റോ പറിക്കാം. അല്ലെ പിന്നെ ആവശ്യമില്ലേലും ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാം. ടൊമാറ്റോ പറിക്കും കേട്ടോ, പഴുത്തതാ. തൊടുമ്പോ വിട്ടുപോരും. 3-4 പറിച്ച് തിരിപ്പുണ്ട് ഫ്രിഡ്ജില്. അവനവന്റെ പറമ്പിൽ നിന്നാകുമ്പോ ഏത് നല്ല സംഗതിയല്ലേ അല്ലേ? എപ്പോഴും നമുക്ക്. നോക്കട്ടെ, വേറെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ദുർബല അല്ല ടൊമാറ്റോ ചെടി ഭയങ്കര ദുർബല. ഇത്രേ ഉള്ളൂ. ഇത് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി. അപ്പൊ ഇത് ഇവിടെ നമുക്ക് വെച്ച് നീ പറഞ്ഞ സാധനം പറിക്കാം. ഏതാ? ചൈനീസ് ഓറഞ്ച് ആണോ? ചൈനീസ് ഓറഞ്ച് അല്ല, റെഡ് ലേഡി. നീയാ കണ്ടുപിടിച്ചത്, ഞാൻ കണ്ടില്ലായിരുന്നു. അത് കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോ ഇന്നലെയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പകല. പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാ. അപ്പൊ നമുക്കത് പറിച്ചെടുക്കാം. അതിന്റെ ഇടയ്ക്കാകുമ്പോ മുളകും പറിക്കുന്നു. മുളകല്ല, മുളകിന്റെ ഇല വാടിയിട്ടുണ്ടാകും. നോക്കി ഇതാ കേടാണോ എന്നുള്ളത്, പുഴുക്കേട്. അപ്പുറത്തെ അപ്പയുടെ ചില്ലി മുളക് ചുവന്ന് കിടക്കണത് കണ്ടു. അത് ഞാൻ പറിച്ചല്ലോ. പറിച്ചോ? പറിച്ച് മുറി കൊണ്ട്. അല്ല, ഇന്ന് ഞാൻ വീഡിയോയിൽ അത് എടുത്തിട്ടുണ്ട്. വൈകുന്നേരം പാത്രം എടുക്കാൻ വന്നപ്പോഴേ ഒരെണ്ണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാൻ പറിച്ചു. എന്നാ നമുക്ക് ആ പപ്പായ അങ്ങ് പറിക്കാം. ഒരു ടൊമാറ്റോ ഇവിടെയാ കണ്ട്. ഇങ്ങനെ പറിച്ചേക്കാം. ഒരുപാട് പഴുത്ത് കിടന്നാൽ പറ്റൂല. അത് പറ്റൂല. ഒരെണ്ണത്തിന്റെ ഞെടുമ്പ് പോയി. നല്ല വിളവ്. ഒരു പടം എടുക്കട്ടെ, നോക്കട്ടെ. കയ്യിലായിരിക്കുന്നത്. അമ്മ ഇത് കണ്ടുപിടിക്കാത്തത് ഒരു അത്ഭുതമായിരിക്കും. ഞാൻ 3-4 ദിവസം മുമ്പ് നോക്കി, പിന്നെ അങ്ങനെ നോക്കിയില്ല. പച്ചപ്പായിട്ട് കിടക്കണോണ്ട് ഇത് കുറേ ദിവസം പിടിക്കും ഇങ്ങനെ ഇത് പഴുത്തു വരാൻ. കവർ വേണമെങ്കിൽ ഇടാം, പക്ഷെ നമുക്കങ്ങ് പറിച്ചെടുക്കാം. ഇന്നേതായാലും പറിച്ച് അവിടെ ട്രെയിൽ കൊണ്ടുപോയി, അപ്പൊ പപ്പായ മേടിക്കുന്ന ട്രെയിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ, പതുക്കെ പഴുത്തോളും. അപ്പൊ ഏതാ പറിച്ചെടുത്താലോ? നല്ല പൊണ്ണനാ. ചെനച്ചു. ചെമ്പരം കൊണ്ടു. നല്ല പൊണ്ണനാ അല്ലേ? അപ്പൊ ഇന്നത്തെ വിളവെടുപ്പിൽ നാരങ്ങ കൂടി ഉണ്ട് കേട്ടോ. ഉണ്ട്. അത് പറിക്കാൻ പോയി. പറിക്കണമെങ്കിൽ പറിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം. ഒരു മുറത്തിൽ വെച്ച് കാണിക്കാം. ഞാൻ ആ മുറം വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. ഞാൻ എടുത്തോണ്ട് വരാം. അങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യാനുണ്ട്. കത്രിക എടുക്കണം. കത്രിക എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് പോരെ. ഇവിടെ വെക്കാം. മഴയ്ക്ക് മുമ്പ് വേഗം എടുത്തോണ്ട് പോരെ. അപ്പം നമുക്ക് ചെമ്പരത്തി പൂത്ത് നിൽക്കണം. കുറേ വയറവള്ളി കയറി കിടന്നതെല്ലാം ഞാൻ അടിയിൽ വെട്ടിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം വയറേ ഉണങ്ങി കിടക്കണം. അപ്പുറേന്ന് പിടിക്കാം. ഈ ഉണങ്ങി ചെമ്പരത്തിയുടെ കൊമ്പിൽ കിടക്കണത്. ഇനി ഈ ചെമ്പരത്തി നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. എവിടെ ഇനിയിപ്പോ ഗേറ്റിന്റെ ആ പുറത്ത് വെച്ചേക്കണ ചെമ്പരത്തിയിൽ മുഴുവൻ പുല്ലാന്നേ. ഇനിയിപ്പോ ഒരു 2-3 ഇത് വേറെ ഒരെണ്ണം കൊമ്പ് കുത്തി പിടിപ്പിച്ചതാ. അതിപ്പോ പിടിപ്പിച്ചതല്ല, കഴിഞ്ഞ പോലും പിടിപ്പിച്ചതാ. ഇനി ഒരു 2-3 കൊമ്പ് വെട്ടി വെച്ച് അരികുഴിയൊക്കെ പിടിപ്പിക്കണം എന്ന് ഓർത്തിരിക്കുവാ ഞാൻ. ഈ മഴയുള്ളപ്പോൾ കുത്തി വെക്കാം. അത് കാലത്തത്തെ കഴിയുമ്പോൾ പിന്നെ മടുപ്പാവും. ഞാൻ ഇവിടെ ഒരു ലോങ് മൾബറി നട്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോ കാണാനില്ല. ലോങ് മൾബറി അത് എന്തി പോലും ഉണങ്ങിപ്പോയായിരിക്കും. ഇല്ല, അവിടെ ഉണ്ടല്ലോ. അത് ലോങ് മൾബറി അല്ല അല്ലേ? അയ്യോ, അതെനിക്കറിയില്ലടി എന്തിയെന്ന്. ആ ഭാഗത്തായിട്ടാ നട്ടിരുന്നത്. അതേ അപ്പുറത്താ, നാരകത്തിന്റെ അപ്പുറത്താണോന്നാ എനിക്ക് തോന്നുന്നത്. ആ നാരകം ചൈനീസ് ഓറഞ്ച് ആണോ? എനിക്കറിയില്ലല്ലോ. ഇങ്ങോട്ട് കയറ്റി വെട്ടിച്ചിട്ടില്ല. ഇത് കൊറേ പഴുത്ത് നിപ്പുണ്ട് കേട്ടോ, പക്ഷെ ഒരെണ്ണം പോലും പഴിക്കാൻ പറ്റില്ല. അയ്യോ, ഭയങ്കര ചവർപ്പെന്ന് വെച്ച മുകളിലൊന്ന് നോക്കിക്ക്. ഇന്നാള് കാണിച്ചത് എന്തെങ്കിലും ഒരെണ്ണെങ്കിലും ഉണ്ടോന്ന്. കൊല്ലം മുഴുവൻ തീർത്തു. എന്നാ ചവർപ്പാലേ. മുകളില് എല്ലാം തീർത്തു. അതിലും ഇനി നമ്മൾ കാണാൻ പോണത് ഇവിടെ വേറെ ഏതാണ്ട് ജെസിയാൻറ്റി ഏതാണ്ട് മരുന്നും ചെടികളൊക്കെ നിൽപ്പുണ്ട്. അവിടെ ഏതാണ്ട് ഒരു മൾബറി ഉണ്ടെന്ന് കൊണ്ടോ. ചൈനീസ് ഓറഞ്ച്
നേരത്തെ ആയിരുന്നെങ്കിൽ മിഠായി ഉണ്ടാക്കായിരുന്നു. ലെമൺ കാൻഡി. ടൈം ഒരുപാടായി പോയി. ഇനിയിപ്പോ അടുത്ത ആഴ്ച വരെ ഇരിക്കുവോ? ഇടയ്ക്കൊന്നും സമയമില്ല. ഇടയ്ക്ക് ഒരു അവധി വരുന്നുണ്ട്, അന്നേരം വേണമെങ്കിൽ നോക്കാം. കട്ട് ചെയ്യാതായാലും നീ പറഞ്ഞ പോലെ എല്ലാം വിളഞ്ഞു കിടക്കുക. വെറുതെ കിടന്ന് കളയണ്ടല്ലോ. കാരണം നമ്മൾക്ക് ഇപ്പൊ അധികം അത് ചെലവ് വരുന്നില്ല. ഈ സീസൺ വേനൽക്കായിരുന്നെങ്കിൽ ഇതൊക്കെ പിടിപിടിയും തീർന്നു. ഗുണം അറിയില്ല നമുക്കിത് കിട്ടുമ്പോഴേ. അതാണ്. പക്ഷെ സാധാ നാരങ്ങ പോലെയല്ല, ഇത് ഒരെണ്ണ ഇട്ടാ പോരാ, ഒരു 2-3 വേണം. നല്ല എങ്കിലാണ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ നല്ല ഫ്രഷ്നെസ് ആണ് ഇതിന്റെ രുചി. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു ഫ്രഷ്നെസിന്റെ ഫീൽ ഇല്ലേ, അത് ഭയങ്കര. ഓർക്കണ്ടോ സീനി അവിടെ ചെല്ലുമ്പോ ഫ്രഷ് ആയിട്ട് പറിച്ച് വെച്ച് സീനി അത് തൊണ്ടോട് കൂടി കട്ട് ചെയ്ത് മിക്സിയില് ഐസും വെള്ളവും ഷുഗറും എല്ലാം കൂടെ ഇട്ടേച്ച് അടിച്ചെടുത്തോണ്ട് തന്നെ. നോചാച്ചയുടെ അടുത്ത് ഇനി നമ്മളൊന്ന് ചെല്ലണുണ്ട്. നോചാച്ചയുടെ അടുത്ത് അപ്പൊ സീന പറയും തൊണ്ട് നമ്മള് ഇടണത് കൊണ്ട് അപ്പൊ തന്നെ കുടിക്കണം, വെച്ചിരിക്കരുതെന്ന്. നല്ല ടേസ്റ്റ് അത്. അതെ സ്ഥിരം ഉണ്ടാക്കി തരാറുണ്ട് അവിടെ. ഒരിക്കൽ പുഡിംഗ് ഉണ്ടാക്കി തന്നത്, പൈനാപ്പിൾ ജാം, ഫ്രൂട്ട് കസ്റ്റാർഡ്. നല്ലതായിരുന്നു. ഞാൻ എപ്പോഴും അത് എന്റെ മെമ്മറിയിലുണ്ട്. ഞാനത് ആലോചിച്ചത് അപ്പൊ വൈകുന്നേരം ആകുമ്പോ കിളി പോകും. അത് കാരണം ആലോചിച്ചെടുത്തതാ. മഴക്കാറും പോരെങ്കിൽ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാന്നാ. ലോങ് മൾബറി ഒരെണ്ണം കാട്ടിൽ നിപ്പുണ്ട്. ഇവിടെയൊക്കെ കാണൂടി. അവര് പാസേജ് വെട്ടിച്ചോളൂ. തോട് ക്ലീനിങ് നടന്ന എത്ര ദിവസം നിർത്തി നമ്മൾ പുല്ല്? എത്ര ദിവസമൊന്നുമില്ല, 7.5 മണിക്കൂർ. 1 ഡേ മാത്രം 3000 രൂപ. 1 മണിക്കൂറിന് 400 രൂപ. ഈ ചെമ്പരത്തിയിൽ എന്നാ പൂ ഉണ്ടാവാത്തേന്ന് ആർക്കറിയാം. 2-3 ഉണ്ടായിരുന്നു. ഉണ്ടായി തുടങ്ങിയ പിന്നെ ഉണ്ടായി. പറിച്ച് അത്രയും വലിയ ചെമ്പരത്തി പറിച്ചു വെച്ചിട്ടേ നല്ല ഭംഗിയായിട്ട് അത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ആ ചോടോട് കൂടി അതുപോലെ മണ്ണനക്കാതെ പറിച്ചതല്ലേ. ആ ബായിയ പറിച്ചു തന്നെ ഓർക്കണില്ലേ? ബായി തന്നെ കുഴി കുഴിച്ചെന്നിട്ട് വെച്ച് തന്നതാ. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പേസാ അത് അല്ലേ? ഇനിയിപ്പോ ആ ഗേറ്റിന്റെ അകത്ത് കുറച്ച് നടാന്നോ. അമ്മ ഇതുവരെ കാണാത്ത, ഞാൻ കണ്ടിട്ടില്ല. കണ്ടുപിടിച്ചോന്ന് നോക്കി? ഇല്ല. ഇല്ലേ? ഇച്ചിരി ഇങ്ങനെ നീങ്ങിന്ന് നോക്കിയോ അവിടെ. അപ്പൊ ശരിക്കും കാണുമായിരിക്കും. ദേ അങ്ങ് ദൂരെ കണ്ടോ? എന്റെ കൈ ചൂണ്ടണേന്റെ നേരെ നോക്ക്. കണ്ടില്ല. ദേ ഇവിടെ പ്രേക്ഷകര് കണ്ടോ ആവോ? ദേ 2 നോക്കി, ഇതിക്കടെ നോക്കി. ദേ സൂം ചെയ്യൂ. അതില് കണ്ട്, പക്ഷെ മറ്റേടത്ത് കണ്ടില്ല. മഞ്ഞയാണോ ലാവൻഡർ ആണോന്ന് അറിയില്ല. അത് മഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. വീണ് കിടന്നത് മഞ്ഞയാ. അല്ലാണ്ട് കടിച്ചേച്ച് തൊണ്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അണ്ണാനോ എന്തോ. നമ്മുടെ പുതിയ മാവേല് പാഷൻ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങി. പുതിയ മാവേലല്ല, ഈ മാവില് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് നമ്മള് ഈ ഗ്രോ ബാഗിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നാള് തെങ്ങന്തയുടെ അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു കടിച്ചത്. സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ എനിക്കത് പിടികിട്ടില്ല. ഞാൻ ഇതിലതേ കംപ്ലീറ്റ് ഇങ്ങനെ ഇതായി ഒരു പരിപാടി. ചൂട് പക്ഷെ നന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പറഞ്ഞു ചിലപ്പോ കിളിർത്ത് വരുമായിരിക്കും, ഒന്ന് നോക്കാം. അങ്ങനെ പോകേണ്ട സമയം ആയിട്ടില്ലാതെ എന്താന്നറിയില്ല. പിന്നെ പന്തല് കെട്ടി അവിടെ ഉണ്ടാക്കിയാലും മുഴുവൻ അത് പോയി. ഇനിയിപ്പോ തൈ ഉണ്ടടി അപ്പറേ, തൈ നട്ടത് അവിടെ ഇരിപ്പുണ്ട്. അത് പറിച്ചാൽ നടാം. കണ്ടോ? അപ്പൊ കണ്ടു. പച്ച ഒരെണ്ണമുള്ള കണ്ടു. 2 കണ്ടു. ഇനി ചിലപ്പോ ഉണ്ടായിക്കോളും. ഉണ്ടാവും. ഹാപ്പി ആയി. കുറച്ചധികം ഉണ്ടാവണം. ഇതിനെപ്പറ്റി കുറച്ച് പറയാം. ഇതൊക്കെ ഞാൻ കൊമ്പൊക്കെ വെട്ടി എല്ലിപ്പ് പറഞ്ഞ പോലെ. അത് കഴിഞ്ഞപ്പോ ഒരു കൊമ്പയില് കട്ടവെള്ള പുഷ്പിച്ചു. കൊമ്പ് വെട്ടിയാൽ ശരിക്കും കിളിപ്പ് തന്നെയും ഉണ്ടാവും. പിന്നെ വെയിൽ വേണമല്ലോ. പിന്നെ അത് വെയിൽ കൊള്ളാൻ അങ്ങ് എടുത്തു വെച്ചതാ. ആ കടും പിങ്ക്. ഇവിടെ വെയിലുള്ള സ്ഥലമാണ്. കടും പിങ്ക്. പിന്നെ ഇത് നിങ്ങൾ കണ്ട് കടും വെള്ളയും. ഇത് ഒരുപാട് നാൾ അനങ്ങാണ്ടിരുന്നേച്ച് ഇപ്പൊ നിറച്ച് പുഷ്പിച്ചു. അത് ആദ്യം ഉണ്ടാവണില്ല എന്ന് പറഞ്ഞു. അതെ. 3ാമത്തെ പ്രാവശ്യം വെട്ടിയിട്ട് അതിലുണ്ടായത്. ഇത് പക്ഷെ അങ്ങനെ വെട്ടിക്കൊടുത്തില്ല. ഇതിൽ സ്ഥിരം ഉണ്ടാവാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നീളമുള്ള കമ്പുകളൊക്കെ വെട്ടിയത് തളിര്. പിന്നെ ഇതിന്റെ സീസൺ ആയി തുടങ്ങി. വേനലായില്ലേ? അല്ല, വേനലല്ല എങ്കിലും വെയിലിലേക്ക് വന്നു തുടങ്ങിയല്ലോ. ഇപ്പൊ കാലാവസ്ഥയെല്ലാം മാറുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരു ഇതല്ലേ. അങ്ങനെ ഒരു ഇതായതുകൊണ്ട്. പക്ഷെ ഏതായാലും പൂക്കണുണ്ട്. അല്ലെങ്കിൽ ഇവനെ ഞാൻ ശരിയാക്കിയാൽ അവൻ ഏതായാലും പൂത്തു. നീ ഇതെടുത്ത് വെച്ചേക്കാം വണ്ടി.
വണ്ടി വല്ലതും വന്നാൽ അത് തട്ടും. ആരെങ്കിലും വാഹനം വന്നാലേ. ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി കയറ്റി വെച്ച ഇത് കടും പിങ്കാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിലെ പൂവ. ഇങ്ങോട്ട് വെച്ചേക്കാം. എന്നിട്ട് ഞാൻ കൊച്ചു മുറ എടുത്തുകൊണ്ട് ഡിസ്പ്ലേ കാണിക്കാം. മറ്റേത് ദേ നമ്മുടെ ശംഖുപുഷ്പം വലുതായി തുടങ്ങി. എപ്പോഴാ പൂവിടണേന്ന് അറിയില്ല. എന്തായാലും പൂവിടാറായിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇച്ചിരി കൂടി കഴിയുമ്പോൾ ഇടുമായിരിക്കും. ഇതിനൊന്നും അധികം ടൈം എടുക്കില്ലല്ലോ. ഇപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി കട്ട് ചെയ്തെടുത്ത സാധനങ്ങളാണ് 4 ടൊമാറ്റോ ചെമ്പ്രം കൊണ്ടത്, 5 കുഞ്ഞ് ചൈനീസ് ഓറഞ്ച്. ഞാൻ കാന്താരി വെറുതെ പഴുത്തത് ഒരെണ്ണെങ്കിൽ പറിച്ചെന്നുള്ളൂ. കാന്താരി പച്ചതിൽ നിപ്പുണ്ട് കേട്ടോ. ഒരു കാന്താരി മുളക് പഴുത്തത്, പിന്നെ റെഡ് ലേഡി പപ്പായ ചെനച്ചത്. അത് ഇവള് കണ്ട് എന്നോട് പറഞ്ഞു പറിക്കാന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇത്രയും സാധനം പിന്നെ കിടക്കണ കണ്ടെങ്കിൽ പറിച്ചതാട്ടോ. അപ്പൊ ഇത് ഇന്ന് വൈകുന്നേരത്തെ വിളവെടുപ്പ. അതെ.